ശ്രീ ജെക്സി തോമസ്, കലാപാഹ്വാനത്തിനല്ല യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത്. അത് ആളുകളോടിങ്ങനെ, അതായത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ, ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ, സ്വന്തമായി ചെയ്ത കാര്യത്തെ ന്യായീകരിക്കാൻ കഴിയാതെ, പക്ഷെ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ശഠിക്കുന്നതിനാണ്. അല്ല, തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തിന്റെ വാദങ്ങൾ കേട്ടപ്പോൾ സത്യസന്ധമായി എനിക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നി. കാരണം നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാവ് മുതൽ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ വരെ ഈ കാര്യത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളുടെ പർവ്വത സമാനമായ സ്ഥൈര്യം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം അങ്ങയുടെ ഒരു 10-15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന നിങ്ങൾ തമ്മിലുള്ള സംവാദത്തിനിടയിൽ പല ആവർത്തി അങ്ങ് ചോദിച്ചു എന്തുകൊണ്ട് ഈ ചിത്രം ഡിലീറ്റ് ചെയ്തു എന്നുള്ളത്. അദ്ദേഹം ഒരേ മറുപടി തന്നെയാണ് ആ 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ അവസരത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ ചെയ്തത് ഒരു തെറ്റാണ് എന്നും താൻ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒരു ലക്ഷണമൊത്ത പച്ചക്കള്ളം അത് മാത്രമായിരുന്നു താൻ ചെയ്തത് എന്നും വൈകി തിരിച്ചറിവുണ്ടായപ്പോൾ എൻ്റെ മുമ്പിൽ ലഭ്യമായ ചില സ്ക്രീൻഷോട്ടുകൾ 8 മണിക്കൂർ അദ്ദേഹം ആ ചിത്രം പ്രചരിപ്പിച്ചതിന് ശേഷവും അത് അദ്ദേഹത്തിൻ്റെ തന്നെ വാളിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചില സ്ക്രീൻഷോട്ടുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിൻ്റെ വാദപ്രതിവാദങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പം അത്രയും ദൈർഘ്യം നീണ്ടു നിൽക്കുന്ന മണിക്കൂറുകളിൽ താൻ പ്രചരിപ്പിച്ചത് ലക്ഷണമൊത്ത ഒരു പച്ചക്കള്ളമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ തികട്ടലിൽ നിന്നായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ ഒരേ കാര്യം 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പല ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് പഠിച്ചു വെച്ച ഒരേ വാചകമല്ലാതെ അദ്ദേഹം ഒരു കാര്യവും പിന്നീട് വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇപ്പോൾ ഇത് നൽകുന്നൊരു സന്ദേശം എന്താണ്? ഇത് നൽകുന്നൊരു സന്ദേശം നിങ്ങൾക്ക് സമൂഹത്തിൽ ഔന്നത്യത്തോടുകൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, അല്ലെങ്കിൽ അവരവരുടേതായ മേഖലകൾ, പൊതു സാംസ്കാരിക സാമൂഹ്യ മേഖലകൾ, ഏത് മണ്ഡലത്തിലുമാവട്ടെ, അത് മാധ്യമ പ്രവർത്തകരോ സാംസ്കാരിക പ്രവർത്തകരോ ചലച്ചിത്ര പ്രവർത്തകരോ ആരുമാവട്ടെ, ഇവർക്കെതിരെ ഈ വിധത്തിലുള്ള എவ்விധത്തിലുള്ള പരാമർശം നടത്തിയാലും എങ്ങനെ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം ഉപയോഗിച്ച് ഒരാളെ വ്യക്തിഹത്യ നടത്താൻ, അയാളെ മോബ് ലിഞ്ചിങ്ങിന് സമാനമായി ഇടിച്ചു താഴ്ത്താൻ സാമൂഹ്യ മാധ്യമത്തിൽ ശ്രമിച്ചാലും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ഉപാധിരഹിതമായി ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചിരിക്കും, നിങ്ങൾക്ക് KPCC സെക്രട്ടറിയാണ് നിങ്ങൾ ഇപ്പോഴെങ്കിൽ അതിനേക്കാൾ വലിപ്പമുള്ള സെക്രട്ടറിയായി നിങ്ങളെ മാറ്റും, അല്ലെങ്കിൽ അതിനേക്കാൾ വലിപ്പമുള്ള വലിയ പദവിയിലേക്ക് നിങ്ങൾ ഞങ്ങളെ ആനയിക്കും. ഈ സമീപനം ഈ ഒരു കേസിൽ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ സമയത്തുണ്ടായ സമീപനം ഞാൻ സൂചിപ്പിച്ചു, ആവർത്തിക്കുന്നില്ല. അതിന് തൊട്ടുമുമ്പ് അങ്ങ് ഓർമ്മിക്കണം, 2023 ഈ തരത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുടെ ജീവിത പങ്കാളികൾ, അവരെ സംബന്ധിച്ച് അങ്ങേയറ്റം കേട്ടാൽ അറപ്പുളവാക്കുന്ന അശ്ലീലം പ്രചരിപ്പിച്ചു. എബിൻ കൊടങ്കര എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ, അദ്ദേഹം പിടിക്കപ്പെടുന്ന സമയത്ത്, ആ കേസിൽ പിടിക്കപ്പെടുന്ന സമയത്ത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിന്റെ ഉടമയും എന്നാൽ കോൺഗ്രസിന്റെ ഒരു വാർഡ് പ്രസിഡന്റുമായിരുന്നു. അല്പമാസങ്ങൾക്ക് പിറകിൽ ആങ്കർ ഓർമ്മിക്കണം, എന്റെ ഓർമ്മ ശരിയെങ്കിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങളെന്ന് വാർത്ത ചെയ്തിരുന്നു, ഈ ലക്ഷണമൊത്ത അശ്ലീലം പ്രചരിപ്പിച്ച ഒരു വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന ഇദ്ദേഹത്തെ KSUവിന്റെ ജില്ലാ സെക്രട്ടറിയാക്കി പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ പോയത് എത്രയാണ്? കോൺഗ്രസിന്റെ പുകൾപ്പറ്റ പാരമ്പര്യം അവകാശപ്പെടുന്ന, സ്വന്തമായി വക്കീൽ ഓഫീസുള്ള നമ്മുടെ മൂവാറ്റുപുഴ MLA അല്ല, അദ്ദേഹത്തെയും ചർമ്മബലം കൊണ്ട് തോൽപ്പിക്കാൻ പര്യാപ്തമായ തിരുവനന്തപുരം ജില്ലയിലെ 5 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ വക്കീൽ കുപ്പായവും അണിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വക്കാലത്തുമായി കോടതി വരാന്തയിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ടൊരു അവസരം വരുമ്പോഴോ ഈ ലക്ഷണമൊത്ത അശ്ലീലം കേട്ടാൽ അറപ്പുളവാക്കുന്ന പച്ചക്കള്ളം ഇത് പ്രചരിപ്പിച്ച കോൺഗ്രസിന്റെ ഒരു വാർഡ് നേതാവിനെ ഒരു ജില്ലാ നേതാവാക്കി ഉയർത്തി പ്രൊമോഷൻ നൽകുന്നു. എന്നിട്ടിപ്പോൾ ഇദ്ദേഹം വന്ന് ന്യായീകരിച്ചത് അങ്ങ് കേട്ടില്ലേ? നമ്മുടെ മുമ്പിൽ എന്താണ്? ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ 2 കഥകൾ തിരിച്ചങ്ങോട്ട് പറയാം. ഇതേ കർണാടകയിൽ മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭാഗമായിട്ട് 100 കണക്കിന് ഏക്കർ സ്വന്തം ഭാര്യയുടെ പേരിൽ ഒരു കോൺഗ്രസ് നേതാവ് അടിച്ചു മാറ്റി പേരെഴുതി വെച്ചു. കൈയോടെ കൂടെ പിടിക്കപ്പെട്ടപ്പോൾ ആ എഴുതി വെച്ച 100 ഏക്കർ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു, സർക്കാരിന് കൈമാറി. അതായത് കട്ട മുതൽ തിരികെ കൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ ആ മുതൽ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്, ഇനി എന്നെ കള്ളാന്ന് വിളിക്കരുതെന്ന്. അതേ മാനകമാണ് അദ്ദേഹം പറയുന്നത്. ചിത്രത്തിൽ പെസകുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത ചിത്രത്തിന്റെ പേരിൽ എനിക്കെതിരെ കേസെടുക്കാൻ കഴിയുമോ? ഇതാണ് ആ കോൺഗ്രസ് നേതാവ് ചോദിച്ചത്. വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ അനുഭവ പശ്ചാത്തലമുള്ള നന്മണ്ട ചീക്കിലോട് റോഡിന്റെ ഭാഗമായിട്ട് 10 എഞ്ചിനീയർമാരിൽ നിന്ന് 5 ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങിച്ചിട്ട് കൈയോടുകൂടെ പിടിക്കപ്പെടുകയും അത് അന്വേഷിച്ച കോൺഗ്രസ് സംഘം ഇദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്ത അനുഭവം വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ തിരികെ ചോദിക്കാം. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ പോലും അവസരത്തിൽ അഴിമതി നടത്തി കോൺഗ്രസ് പുറത്താക്കിയിട്ട് അദ്ദേഹത്തെ പ്രൊമോഷൻ കൊടുത്തു, ഈ പദവിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇല്ലേ?